നമസ്കാരം. ഡോക്ടർ 90 മിനിറ്റ്സിന് മറ്റൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇൻ്റർനാഷണൽ ബ്രേക്കാണ് ഒരാഴ്ചയായിട്ട്. ഇനിയൊരു ഒരാഴ്ചയും കൂടി ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് തുടരുന്നതാണ്. കാരണം ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങൾ അടുത്ത വർഷം നടക്കുന്ന ഫിഫ ലോകകപ്പിനുള്ള യോഗ്യതാ മത്സരങ്ങളും ഫ്രണ്ട്ലി മാച്ചുകളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് രാജ്യത്തിനെ സംബന്ധിച്ച്. അപ്പോൾ അതിനുള്ള മത്സരങ്ങൾക്ക് വേണ്ടി താരങ്ങളെല്ലാം ഇൻ്റർനാഷണൽ ബ്രേക്കിന് പോയിരിക്കുകയാണ്. ഫുട്ബോൾ ലീഗിലെ ടോപ്പ് 5 ലീഗ്, അതായത് ആദ്യത്തെ 5 ലീഗുകൾ അറിയാം നിങ്ങൾക്ക്. പ്രീമിയർ ലീഗ്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗാണ് അതിൽ ടോപ്പ് വന്ന് നിൽക്കുന്നത്. പിന്നെ ലാ ലീഗ, ഇറ്റാലി ലീഗ്, ഫ്രഞ്ച് ലീഗ്, മുണ്ടാസ് ലീഗ് എന്നീ 5 ലീഗുകളിൽ ടീമിൻ്റെ സ്റ്റാൻഡിങ്സ്, അതായത് ടോപ്പ് 10 പോയിന്റ് ടേബിൾ നമ്മൾ പറയുന്നതാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലോട്ട് നോക്കുകയാണെങ്കിൽ 7 മത്സരങ്ങളാണ് അവിടെ പൂർത്തീകരിക്കുന്നത്. 7 മത്സരങ്ങളിൽ നിന്നും 16 പോയിൻറ്റോടുകൂടി ആർസണൽ, മിക്കൽ ആർട്ടറ്റയുടെ ടീം ഇത്തവണയെങ്കിലും കിരീടം നേടുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ സാധിക്കും. കാരണം 16 പോയിന്റ് പോയ ആർസണൽ 1-ാം സ്ഥാനത്ത് തുടരുമ്പോൾ ലിവർപൂൾ 2-ാം സ്ഥാനത്ത് തന്നെയുണ്ട്. കാരണം കഴിഞ്ഞ ഒരു മത്സരത്തിൽ ചെൽസിയോടായിട്ട് പരാജയമാണ് അവരെ 1-ാം സ്ഥാനത്ത് നിന്ന് 2-ാം സ്ഥാനത്തോട്ട് താഴെ ഇറക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 6 മത്സരങ്ങളും ജയിച്ച ഒരു ടീം തന്നെയാണോ ലിവർപൂൾ. പരാജയം എന്തെന്നറിയാതെ കുതിച്ചുകൊണ്ടിരുന്ന ലിവർപൂളിനെ ചെൽസിയാണ് പരാജയപ്പെടുത്തിയത് 1-2 ഗോളുകൾക്ക്. ആ ഒരു തോൽവിയോടുകൂടി ലിവർപൂൾ 2-ാം സ്ഥാനത്തേക്ക് വീഴുകയുണ്ടായി. ആ ഒരു ഗ്യാപ്പിലാണ് ആർസണൽ 1-ാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നത്. 3-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ടോട്ടനാമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ടോട്ടനാം കഴിഞ്ഞ സീസണിൽ ഒരു വൻ പരാജയമായിരുന്നു. അതിന് മുമ്പത്തെ സീസൺ നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെയായിരുന്നു. അതായത് ഏകദേശം ആദ്യത്തെ ഒരു 10 മത്സരങ്ങൾ 12 മത്സരങ്ങളൊക്കെ മികച്ച രീതിയിൽ കളിക്കുകയെങ്കിലും അവസാനം ആകുമ്പോൾ കലവടയ്ക്കുന്ന ഒരു ടീമാണ് ടോട്ടനാം. അത് ഇത്തവണ തോമസ് ഫ്രാങ്ക് എന്ന മാനേജറുടെ കീഴിൽ അത് മാറ്റുമോ അല്ലെങ്കിൽ മാറ്റം വരുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. 4-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ബോൺമൗത്താണ്. അവർ ഒരു നല്ലൊരു മുന്നേറ്റം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ സീസണായാലും അത്യാവശ്യം നല്ലൊരു ആദ്യത്തെ അവസാനം വരെ ഒരു ടോപ്പ് 6 നിൽക്കുന്ന ഒരു ടീം തന്നെയായിരുന്നു. അവസാനത്തെ 2-3 മത്സരങ്ങളിൽ മാത്രമാണ് അവരൊരു ടോപ്പ് 8 ആ റേഞ്ചിലോട്ട് ഫിനിഷ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഈ ഒരു 4 ടീമുകളാണ് പ്രീമിയർ ലീഗിൽ 1, 2, 3, 4 സ്ഥാനങ്ങളിൽ നിൽക്കുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ ലാലിഗയാണ്. ലാലിഗയിൽ ആണ് ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ പൂർത്തിയായിരിക്കുന്നത്. 8 മത്സരങ്ങളാണ് ലാലിഗയിൽ ഇതുവരെ പൂർത്തിയായിട്ടുള്ളത്. അവിടെ 21 പോയിന്റുമായി റയൽ മാഡ്രിഡ്, അതായത് കഴിഞ്ഞ മത്സരത്തിൽ ബാഴ്സലോണ സെവിയായിട്ട് പരാജയപ്പെടുകയുണ്ടായി. അതായത് കനത്തൊരു പരാജയം എന്ന് വേണമെങ്കിൽ പറയാം. 1-4 ഗോളൊക്കെയാണ് സെവിയോട് ബാഴ്സ പരാജയപ്പെടുത്തത്. ആ തോൽവിയോടുകൂടി റയൽ മാഡ്രിഡ് തങ്ങളുടെ 1-ാം സ്ഥാനം തിരിച്ചു പിടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കാരണം ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ റയലും ബാഴ്സയും തമ്മിൽ. ആ ഒരു മത്സരം 7 മത്സരം പൂർത്തിയാകുന്നവരെ ബാഴ്സലോണ തന്നെയായിരുന്നു 1-ാം സ്ഥാനത്ത് തുടർന്നത്. കഴിഞ്ഞ ലാസ്റ്റ് 8-ാം മത്സരം പൂർത്തിയായതോടുകൂടിയാണ് റയൽ മാഡ്രിഡ് 21 പോയിന്റുമായിട്ട് 1-ാം സ്ഥാനത്തും ബാഴ്സലോണ 19 പോയിന്റുമായി 2-ാം സ്ഥാനത്ത് തുടരുന്നത്. വിയാറലാണ് 3-ാം സ്ഥാനത്ത് വരുന്ന മറ്റൊരു ടീം. 16 പോയിന്റാണ് അവർക്കുള്ളത്. പിന്നെയുള്ളത് റയൽ ബെറ്റീസാണ്. റയൽ ബെറ്റീസ് 15 പോയിന്റുമായിട്ട് 4-ാം സ്ഥാനത്താണ് റയൽ ബെറ്റീസ് വരുന്നത്. ഇറ്റാലി ലീഗിലോട്ട് പോവുകയാണെങ്കിൽ 6 മത്സരങ്ങളാണ് അവിടെ പൂർത്തീകരിക്കുന്നത്. 6 മത്സരങ്ങളിൽ നിന്ന് 15 പോയിന്റോടുകൂടി നെപ്പോളി തന്നെയാണ് 1-ാം സ്ഥാനത്ത് തുടരുന്നത്. കാരണം കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് അവർക്കുണ്ടാവും. ആൻ്റോണിയോ കോണ്ടെയുടെ ടീമിന് എന്തായാലും ഇത്തവണയും കിരീടം എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയായിരിക്കും ഉണ്ടാവുക. വേറെ കിരീടത്തിൽ കുറഞ്ഞൊരു ഇതൊന്നും അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. 2-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് റോമയാണ്. റോമയെ സംബന്ധിച്ച് അതൊരു വലിയൊരു നേട്ടം തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ അതിന് മുമ്പത്തെ സീസണൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ടോപ്പ് 5, 6 ആ റേഞ്ചിലാണ് അവർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. 3-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് AC മിലാനാണ് 15 പോയിന്റോടുകൂടി. 4-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഇന്റർ മിലാനാണ് 12 പോയിന്റോടുകൂടി. 5-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ജുവൻറ്റസ് ആണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇറ്റാലി ലീഗിലെ ഒരു പോയിന്റ് നിലവാരം എന്ന് പറയുന്നത്. നമ്മൾ ഫ്രഞ്ച് ലീഗിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ മുൻ വർഷത്തെ ചാമ്പ്യന്മാരായ UEFA ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സായ PSG തന്നെയാണ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അവിടെ 7 മത്സരങ്ങളാണ് പൂർത്തീകരിക്കുന്നത്. 16 പോയിന്റുമായി PSG തന്നെയാണ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. മാഴ്സേലെ 15 പോയിന്റുമായി 2-ാം സ്ഥാനത്തുണ്ട്. അതേപോലെ തന്നെ സ്റ്റാർബക്സ് എന്ന ടീം ചെൽസിയുടെ ഉടമസ്ഥയിൽ തന്നെയുള്ള വേറൊരു സബ് കാറ്റഗറി ടീമാണ് അവരും ഈ ഒരു സീസണിൽ തന്നെ നല്ലൊരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. 15 പോയിന്റുമായിട്ട് അവർ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ഒളിമ്പിക് ലിയോൺ എന്ന ടീമും 15 പോയിന്റുമായിട്ട് 4-ാം സ്ഥാനത്ത്. ഈ ഒരു 3 ടീമും തുല്യ പോയിന്റുകളാണ്. ഗോൾ ഡിഫറൻസിൻ്റെ കീഴിൽ മാത്രമാണ് ഈ മാഴ്സേലെ 2-ാം സ്ഥാനത്തും സ്റ്റാർബക്സ് 3-ാം സ്ഥാനത്ത് 4-ാം സ്ഥാനത്ത് ലിയോൺ എന്നീ ടീമുകൾ വന്നിരിക്കുന്നത്. ബുണ്ടസ് ലീഗിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ 6 മത്സരങ്ങൾ പൂർത്തീകരിക്കുന്നു. 6 മത്സരങ്ങളിൽ നിന്ന് 6 ജയവുമായി ബയൺ മ്യൂണിക്ക് വിൻസെൻ്റ് കമ്പനി ടീമാണ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരാണ്. അപ്പോൾ ലീഗ് ടൈറ്റിൽസാണ്. അപ്പോൾ ഈ തവണയും വിൻസെൻ്റ് കമ്പനിയുടെ കീഴിൽ 2-ാം ലീഗ് ടൈറ്റിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ബയൺ മ്യൂണിക്ക് കളിക്കുന്നത്.
അപ്പോൾ രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ബൊറൂസിയ ഡോട്ട്മുണ്ടാണ് 14 പോയിൻറ്റോടുകൂടി രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. മൂന്നാമത് വന്നിരിക്കുന്നത് RB ലൈപ്സാണ് 13 പോയിൻറ്റോടുകൂടി RB ലൈപ്സ് മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഈ ഒരു 5 ലീഗുകളിലെ പോയിന്റ് ടേബിൾ എന്ന് വേണമെങ്കിൽ പറയാം. 6-7 മത്സരങ്ങൾ പൂർത്തിയായപ്പോഴുള്ള ഒരു ടേബിളാണിത്. ഇനിയും മത്സരങ്ങൾ നടക്കാനുണ്ട്. ഇനിയൊരു 30-32 മത്സരങ്ങൾ ഈ ഒരു ലീഗുകളിലെല്ലാം നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ആരൊക്കെയാണ് ലീഗ് വിന്നേഴ്സായിട്ട് വരുന്നതെന്നുള്ളത് നമുക്ക് ഈ ഒരു സീസണിൻ്റെ അവസാനം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.